സ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഓക്കെ. ശ്രീരാമകൃഷ്ണ വചനാമൃതം. ശ്രീരാമകൃഷ്ണ വചനാമൃതം 3-ാം വോള്യം. അത് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം, അതായത് മഹാസമാധിക്ക് മുമ്പ് മാസ്റ്റർ മഹാശയൻ തൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിപ്പിച്ചത് ഈ 3-ാം വോള്യത്തിൽ അവസാനിപ്പിക്കുന്നത് വരെ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 2-2.5 വർഷം നിത്യേന എന്നോണമുള്ള പാരായണമായിരുന്നു. 2.5 വർഷം എടുത്തു ഈ നിത്യേനയുള്ള പാരായണം. കൃത്യമായി എത്ര ദിവസം എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എത്ര ദിവസത്തെ വായന, അത് വലിയൊരു സാധനയായിരുന്നു. ഇത് തുടങ്ങുമ്പോൾ ഇതൊരു കൽപ്പതരു ദിനത്തിലാണ് തുടങ്ങിയത്. കൽപ്പതരു ദിനം, അതായത് എല്ലാ ജനുവരി 1-നും ആണ് നമ്മൾ ശ്രീരാമകൃഷ്ണ ഭക്തന്മാർ കൽപ്പതരു ദിനം ആഘോഷിക്കുന്നത്. ഭഗവാൻ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച ദിവസമാണത്. കാശിപൂർ ഗാർഡനിൽ ഭഗവാൻ താഴെ ഇറങ്ങി വന്നു. കാശിപൂരിൽ ഭഗവാൻ താമസിക്കുന്ന സമയത്ത് ഈ ഒരു തവണ മാത്രമേ താഴെ ഇറങ്ങി വന്നുള്ളൂ. ശരീരത്തിന് അല്പം ആരോഗ്യം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മുകളിലത്തെ മുറിയിൽ, ഭഗവാൻ കിടന്നിരുന്ന മുകളിലത്തെ മുറിയിൽ നിന്ന് ഇറങ്ങി താഴെ വരുന്നത് ഈ ഒറ്റ തവണയാണ്. അപ്പോൾ ഭഗവാൻ എണീറ്റ് താഴെ പോയ സ്ഥിതിക്ക് മുകളിലെ മുറിയിൽ ഭഗവാന്റെ ആ കിടക്കയും, കട്ടിലല്ല, തറയിൽ കിടക്കയിലാണ് കിടത്തിയിരുന്നത്. കിടക്കയും മറ്റ് ഷീറ്റുകളും എല്ലാം കുടഞ്ഞ് വിരിച്ച് കഴുകി വൃത്തിയാക്കി അതൊന്നുകൂടെ ആ മുറിയെല്ലാം ക്ലീനാക്കുന്നതിന് വേണ്ടിയിട്ട് സന്യസ്ത ശിഷ്യന്മാർ, അവരെല്ലാവരും ഇല്ലായിരുന്നു. ലാട്ടു ഉണ്ടായിരുന്നു, ശാരദാനന്ദ സ്വാമികളുണ്ടായിരുന്നു, അങ്ങനെ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വിവേകാനന്ദ സ്വാമി, അതായത് നരേന്ദ്രൻ, തലേ ദിവസം ഉറക്കമൊഴിഞ്ഞതിൻ്റെ പേരിൽ, ഭഗവാനെ നോക്കാനായിട്ട് ഇരുന്ന് ഉറക്കമൊഴിഞ്ഞതിൻ്റെ പേരിൽ വിശ്രമിക്കുകയായിരുന്നു. പിന്നെ പലരും പല വഴിയിൽ പോയ സമയമാണ്. സന്യസ്ത ശിഷ്യന്മാരാരും താഴെ ഭഗവാനോടൊപ്പം വന്നില്ല. അതേസമയം ഗൃഹസ്ഥാശ്രമികൾ ഒരു 10-15 പേരിൽ കൂടുതൽ, 10-20 പേരോളം ഉണ്ടായിരുന്നു തോന്നുന്നു. അത്രയും പേര് താഴെ ആ തോട്ടത്തിലെല്ലാം അവർ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഗൃഹസ്ഥാശ്രമികളുടെ ഇടയിലേക്ക് ഭഗവാൻ നടന്നു വന്ന് എല്ലാവരെയും തൊട്ട് അനുഗ്രഹിച്ചു. അതാണ് കൽപ്പതരു ദിനമായി ജാനുവരി 1 എല്ലാ ദിവസവും ഭക്തന്മാർ ആചരിക്കുന്നു. ഇതിൻ്റെ ഒരു വിചിത്രമായ സംഗതി, ഈ വചനാമൃതം മുഴുവൻ എഴുതി ഭഗവാനോടൊപ്പം ഇരുന്ന് ഇതെല്ലാം എഴുതിയ, അല്ലെങ്കിൽ ഇതെല്ലാം നേരിട്ട് അനുഭവിച്ച മാസ്റ്റർ മഹാശയൻ ഈ കൽപ്പതരു ദിനത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തോ ആവശ്യത്തിന് പുറത്തുപോയി. അദ്ദേഹം വരാൻ വൈകിട്ടാണ് വന്നത്. രാവിലെ ആണ് ഇത്, ഉച്ച സമയത്ത് ആണ് ഇത് സംഭവിക്കുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 3 മണി സമയത്താണ്
ഈ ഭഗവാൻ ഇറങ്ങി വന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ സന്ധ്യ കഴിഞ്ഞാണ് വന്നത്. അതുകൊണ്ട് വചനാമൃതത്തിൻ്റെ രചയിതാവായ ആ നമുക്കെല്ലാം വലിയ ഒരു മഹാഗുരുവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ. നമുക്ക് ഭഗവാന്റെ ആ വചനം ഇത് മുഴുവൻ നമുക്ക് തന്ന ആളാണ്. അദ്ദേഹത്തിനും വരാൻ പറ്റിയില്ല അന്നത്തെ ദിവസം. പൂർണ്ണമായും അത് ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി മാത്രം ഭഗവാൻ കണ്ടുവച്ചൊരു ദിവസം. അന്ന് മാത്രമാണ് ഭഗവാൻ പുറത്തിറങ്ങിയത്, പിന്നെ ഇറങ്ങിയിട്ടേ ഇല്ല. ഈ ജാനുവരി 1 ഭഗവാൻ പുറത്തിറങ്ങി, പിന്നെ തിരിച്ച് മുറിയിൽ പോയി കിടന്ന ശേഷം പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, പിന്നെ 7 മാസം കൂടിയേ ആ സശരീരനായി ഉണ്ടായിരുന്നുള്ളൂ ഭഗവാൻ. അതുകൊണ്ടാണ് ജാനുവരി 1 ആയപ്പോഴേക്കും ലീലാമൃതത്തിൽ ആ കൽപ്പതരു ദിനത്തിൻ്റെ സമയത്ത് അവിടം കൊണ്ട് പറഞ്ഞവസാനിപ്പിച്ചു. ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ കൽപ്പതരു ദിനത്തിൽ ജാനുവരി 1 ഇത് എഴുതി അവസാനിപ്പിച്ചു. എന്നാൽ മാസ്റ്റർ മഹാശയൻ പിന്നെയും മുന്നോട്ട് പോയി. മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് മാസ്റ്റർ മഹാശയൻ ഏതാണ്ട് ഏപ്രിൽ 24 ശനിയാഴ്ച വരെ തൻ്റെ കുറിപ്പ് എഴുതി. അവസാനം കുറിപ്പ് എഴുതുന്നത് 1886 ഏപ്രിൽ 24 ശനിയാഴ്ച. പിന്നെ മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് പകുതി. അപ്പം 3.5 മാസം. പിന്നെ 3.5 മാസമേ ഭഗവാൻ സശരീരനായി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാസ്റ്റർ മഹാശയൻ പിന്നെ എഴുതിയില്ല. ആ 3.5 മാസം മാസ്റ്റർ മഹാശയൻ പിന്നെ അത് എഴുതിയതേ ഇല്ല. മാസ്റ്റർ മഹാശയൻ്റെ സന്ദർഭങ്ങളുടെ കുറിപ്പുണ്ട്, പക്ഷെ അത് ഒരു പുറത്തേക്ക് അത് ഒരു രചന എന്നുള്ള നിലയിൽ, ഒരു ഗ്രന്ഥം എന്ന നിലയിൽ ആ ഭാഗങ്ങളൊന്നും പിന്നീട് അത് എഴുതിയില്ല. അപ്പോൾ അവസാനം മാസ്റ്റർ മഹാശയൻ ഡയറി കുറിപ്പ് എഴുതി നിർത്തുന്നത്, വചനാമൃതത്തിൻ്റെ അവസാനത്തെ കുറിപ്പ് എന്ന് പറയുന്നത് 1886 ഏപ്രിൽ 24 ശനിയാഴ്ച. അതായത് ശ്രീരാമകൃഷ്ണദേവനും ഭക്തൻ്റെ ഭാര്യയും മകനും എന്നാണ് ആ സബ് ടൈറ്റിൽ. ഭക്തൻ്റെ ഭാര്യയും മകനും എന്ന് പറഞ്ഞാൽ ഈ ഭക്തൻ എന്ന് പറഞ്ഞത് മാസ്റ്റർ മഹാശയൻ തന്നെയാണ്, മഹേന്ദ്രനാഥ ഗുപ്ത. ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് തന്നെയാണ് ഭക്തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ ഭാര്യയും മകനും എന്നല്ല എഴുതിയത്, ഭക്തൻ്റെ ഭാര്യ. ഇത് വചനാമൃതത്തെ കൂടുതൽ അടുത്തറിയാത്തവരും ഈ വീഡിയോ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നത്. ഇതിൻ്റെ രചയിതാവായ മഹേന്ദ്രനാഥ ഗുപ്ത ഒരിക്കലും മഹേന്ദ്രനാഥ ഗുപ്തയുടെ പേരിലല്ല ഇത് എഴുതിയത്. അത് അദ്ദേഹം എഴുതിയപ്പോൾ ശ്രീമ എന്ന് എഴുതിയുള്ളൂ. അതായത് ഒരു ഭക്തൻ എന്നുള്ള നിലയിലാണ് എഴുതി, സ്വന്തം പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് മലയാളത്തിൽ നമ്മൾ അല്ലെങ്കിൽ അത് പിന്നീട് അത് ഗ്രന്ഥരചനയിൽ വന്നപ്പോൾ മാസ്റ്റർ മഹാശയൻ എന്നത് ഉള്ള പേരിൽ മഹേന്ദ്രനാഥ ഗുപ്തയെ മാസ്റ്റർ മഹാശയൻ എന്നുള്ള പേരിൽ സ്വയം വിശേഷിപ്പിച്ചു. അങ്ങനെയാണ് ഇതിൽ മാസ്റ്റർ മഹാശയൻ എന്ന് വന്നത്. ഇംഗ്ലീഷിൽ അത് വന്നപ്പോൾ എം എന്നുള്ള ഒരൊറ്റ അക്ഷരത്തിലാണ് നിർത്തിയത്. അതുകൊണ്ട് സ്വന്തം പേര് അദ്ദേഹം പുറത്ത് പ്രകടിപ്പിച്ചതേയില്ല. അപ്പോൾ ഈ ഭക്തൻ എന്ന് പറഞ്ഞതും സ്വന്തം ഭാര്യയും മകനും തന്നെയാണ്, മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യയും മകനും തന്നെയാണ്. അപ്പോൾ ഏപ്രിൽ 24 ശനിയാഴ്ച മാസ്റ്റർ മഹാശയൻ വന്നു. കൂടെ ഭാര്യയും 7 വയസ്സായ ഒരു മകനുമുണ്ട്. 7 വയസ്സായ മകനെയും കൊണ്ടാണ് വന്നത്. അവരുടെ 8 വയസ്സായ ഒരു കുട്ടി മരിച്ചിട്ട് 1 വർഷം. അപ്പോൾ ഈ കുട്ടിയുടെ മൂത്ത ഒരു കുട്ടി മരിച്ചുപോയി. ഈ സമയത്ത് 2 കുട്ടികളായിരുന്നു. ആ 2 കുട്ടികൾ മൂത്ത കുട്ടി മരിച്ചുപോയി. അപ്പോൾ ആ 8 വയസ്സായ കുട്ടി മരിച്ചിട്ട് ഈ മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ ഒരു ഭ്രാന്തിയെപ്പോലെ ആയിരുന്നു ഈ കുഞ്ഞ് മരിച്ചതിൻ്റെ വിഷമത്തിൽ. അതിനാൽ അവരോട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ തൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നത്.
എന്നിട്ട് രാത്രി മാതൃദേവി മുകളിലെ ഹാളിലേക്ക് ശ്രീ ഗുരുദേവനുള്ള ആഹാരം കൊണ്ടുവന്നു. ശാരദാദേവി ആ സമയത്ത് ഭഗവാനുള്ള അത്താഴം ഹാളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ വിളക്കും എടുത്തുകൊണ്ട് കൂടെ വന്നു. അപ്പോൾ ഒരു വിളക്കും പിടിച്ചുകൊണ്ട് വന്നു. ഓർക്കണം, അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, അപ്പോൾ വിളക്ക് കൊളുത്തണം. അപ്പോൾ അങ്ങനെ വിളക്ക് കൊടുത്തുകൊണ്ട് കൂടെ വന്നു മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ. എന്നിട്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുദേവൻ അവരോട് വീട്ടുകാര്യങ്ങൾ പലതും അന്വേഷിച്ചു. ഈ ഭക്ഷണത്തിനിടയിൽ മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യയോട് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കാസിപ്പൂർ ഗാർഡനിലാണ് ഈ സംഭവം നടക്കുന്നത്. കാസിപ്പൂർ ഗാർഡനിൽ ഭഗവാൻ അവസാനമായി താമസിച്ചത് കാസിപ്പൂർ ഗാർഡൻ. ആ ഗാർഡൻ ബിൽഡിങ്ങിലാണ് ഭഗവാൻ അവസാനമായി താമസിച്ചത്. അപ്പോൾ ആ കാസിപ്പൂർ ഗാർഡനിൽ ശാരദാദേവിയുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കാൻ, എന്നാൽ ശാരദാദേവി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ശാരദാദേവിയുടെ കൂടെ കുറച്ച് ദിവസം ഇവിടെ തന്നെ താമസിക്കാൻ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഈ വിഷമം ഒന്ന് മാറട്ടെ, കൂടെ നിൽക്കൂ, ഇവിടെ കൂടെ അമ്മയെ സഹായിച്ച് നിൽക്കാൻ പറഞ്ഞു. ശാരദാദേവിയെ സഹായിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു കൈക്കുഞ്ഞുമുണ്ട്. അപ്പോൾ ഈ സമയത്തൊരു കൈക്കുഞ്ഞുമുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ 7 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ഇപ്പോൾ ഒരു കൈക്കുഞ്ഞുമുണ്ട്. ഓക്കെ, അവർക്കൊരു കൈക്കുഞ്ഞുമുണ്ട്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അപ്പോൾ ഈ കൈക്കുഞ്ഞുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് വീട്ടിലുണ്ട്, കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ആ കൈക്കുഞ്ഞിനെയും കൂടെ ഇങ്ങ് കൊണ്ടുപോവാ, എന്നിട്ട് ഇവിടെ ഒരുമിച്ച് നിൽക്കാം, മനസ്സിനൊരു സമാധാനം വന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും ഭഗവാൻ ഊണ് കഴിഞ്ഞു. ഊണ് കഴിഞ്ഞപ്പോഴേക്കും മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യ ആ സ്ഥലമെല്ലാം വെള്ളം തളിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി. പിന്നെ ശ്രീരാമകൃഷ്ണദേവൻ അവരോട് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ശാരദാദേവി താഴത്തെ മുറിയിലേക്ക് പോയപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ നമസ്കരിച്ചിട്ട് ഈ മാസ്റ്റർ മഹാശയൻ്റെ ഭാര്യയും താഴേക്ക് പോയി. രാത്രി നേരം 9 മണിയായി. ശ്രീരാമകൃഷ്ണദേവൻ ആ മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പൂമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്തൻ്റെ ശോകസന്തപ്തയായ ഭാര്യയോട് ഈ ഉദ്യാനവാടിയിൽ മാതൃദേവിയുടെ അടുത്ത് വന്ന് കുറച്ച് ദിവസം താമസിക്കാൻ താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗുരുദേവൻ അരുളി. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. മാസ്റ്റർ എല്ലാം കേട്ട് നിറനെഞ്ചോടെ, മാസ്റ്റർക്ക് അത് കേട്ടപ്പോൾ മനസ്സിൽ ഒരു നിറഞ്ഞ സന്തോഷമാണോ, ഭഗവാന്റെ അവസ്ഥ ഇങ്ങനെ വളരെ ഇതാണ്, എന്നാലും ഭഗവാൻ ഇത്രയും സ്നേഹം തന്നോട് കാണിക്കുന്നതിലുണ്ടാകുന്ന ആ നെഞ്ചു നിറഞ്ഞ്, അങ്ങനെ എല്ലാം കേട്ട് മനസ്സു നിറഞ്ഞു. എന്നിട്ട് ഈ മാസ്റ്റർ മഹാശയൻ മഹേന്ദ്രനാഥ ഗുപ്ത ഗുരുദേവനെ വീശിക്കൊണ്ടിരുന്നു. ശ്രീരാമകൃഷ്ണദേവനെ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. എന്നിട്ട് ആ കഴുത്തിലിരുന്ന മാല എന്തോ തന്നെത്താൻ പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ്റെ കഴുത്തിൽ മാല കിടപ്പുണ്ട്. അപ്പോൾ ആ മാല അതിന് ശേഷം പ്രസന്നമായിട്ട് ആ മാല മാസ്റ്റർക്ക് നൽകി. ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ പൂമാല അത് മാസ്റ്റർക്ക് നൽകി. ആ മാസ്റ്റർക്ക് ആ മാല നൽകി എന്ന് പറയുന്നതോടുകൂടി ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ഭഗവാനോടൊപ്പമുള്ള സന്ദർഭം പൂർത്തീകരിക്കുകയാണ്. പിന്നീട് 50-ാം ഭാഗം, അടുത്ത അധ്യായം 50-ാം ഭാഗമാണ്. അത് ശ്രീരാമകൃഷ്ണദേവൻ്റെ തിരോധാനത്തിന് ശേഷം ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞ് മഹാസമാധിയായ ശേഷം അതിന് ശേഷം എഴുതിയതാണിത്. അപ്പം അത് വരുമ്പോഴേക്കും അതാണ് പിന്നീട് മാസ്റ്റർ മഹാശയൻ അതിനെ, അപ്പം ഏതാണ്ട് 3.5 മാസത്തെ വ്യത്യാസമുണ്ട്. ഇത് ഈ പൂമാല മാസ്റ്റർക്ക് കൊടുത്തത് കഴിഞ്ഞിട്ട് അത് ഏപ്രിൽ 24-ാം തീയതിയാണ്. ആഗസ്റ്റ് 16-ാം തീയതി വെളുപ്പിനെയാണ്, അതായത് ആഗസ്റ്റ് 15-ന് അർദ്ധരാത്രി കഴിഞ്ഞ്. അപ്പം 2 രീതിയിലും അത് പറയുന്നുണ്ട്. ആഗസ്റ്റ് 15 ഭഗവാന്റെ
ദേഹത്യാഗം, മഹാസമാധിയുടെ സമയം പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയും. എന്തെന്ന് വെച്ചാൽ 1886 ആഗസ്റ്റ് 15 രാത്രി 12 മണി കഴിഞ്ഞ്, അങ്ങ് ആഗസ്റ്റ് 15 എന്ന് പറയാം. പക്ഷേ മഹാസമാധിയുടെ ആ കൃത്യമായ സമയം എന്ന് പറയുമ്പോൾ 1 മണി കഴിഞ്ഞു, 1 മണിയോടുകൂടിയാണ്. അപ്പോഴേക്കും അടുത്ത 16 ഒരു ഡേറ്റ് മാറി, ആഗസ്റ്റ് 16 ആയി. രാത്രി 12 മണി കഴിയുമ്പോഴേക്കും അടുത്ത 16 ആയപ്പോൾ ആഗസ്റ്റ് 16 ആയി. അപ്പോൾ ശരിക്കും ഭഗവാന്റെ ദേഹത്യാഗം, മഹാസമാധി എന്ന് പറയുന്നത് 1886 ആഗസ്റ്റ് 16 വെളുപ്പിനെ എന്ന് പറയുമ്പോൾ 1 മണിക്ക് സംഭവിച്ചു, ദേഹത്യാഗം സംഭവിച്ചു. പിന്നീട് എല്ലാവരും വന്നു, എല്ലാവരെയും അറിയിച്ച് എല്ലാവരുമൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുക്കാറായതോടുകൂടിയാണ് അത് സ്ഥിരീകരിച്ചത്. കാര്യം ഡോക്ടർ സർക്കാരാണ് ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഡോക്ടർ സർക്കാർ വരണം. അങ്ങനെ ഡോക്ടർ സർക്കാർ വന്നു. അങ്ങനെ ഡോക്ടർ സർക്കാർ വന്നിട്ടാണ് മരണം സ്ഥിരീകരിച്ചത്. അതായത് ഭൗതിക ശരീരത്തിൻ്റെ ഇത് നിലച്ചു എന്ന് സ്ഥിരീകരിച്ചത്. ഭഗവാനെ സംബന്ധിച്ച് മഹാസമാധിയായിട്ടാണ് കണക്കാക്കുക. അപ്പം അതുവരെയുള്ള ഭാഗമാണ്, അതായത് ഈ മാസ്റ്റർ മഹാശയൻ്റെ ആ മഹാസമാധിക്ക് 3.5 മാസം മുമ്പുള്ളത് വരെയാണ് വചനാമൃതം എഴുതപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മഹാസമാധിക്ക് ശേഷം പിന്നീട് എഴുതിയിട്ടുണ്ട്, കുറച്ചുകൂടെ എഴുതിയിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ അടുത്ത ദിവസങ്ങൾ നമ്മൾ അതായിരിക്കും വായിച്ചു നോക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ 2.5 വർഷമായി ഒരു വലിയ സാധന പോലെ, 2.5 വർഷം മുമ്പ് 3 വർഷമായി, 3 വർഷമാണ്. അപ്പോൾ അത് ജനുവരി 1-നാണ് നമ്മൾ, അതായത് 2023 ജാനുവരി 1 ആണെന്ന് തോന്നുന്നു. 2023 ജാനുവരി 1 ആരംഭിച്ചു. അപ്പോൾ 23 പിന്നെ 24 ജാനുവരി 1, അത് 23 ജാനുവരി 1, അങ്ങനെ. അത് ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി വരാനുണ്ട്, നോക്കി അത് അടുത്ത ദിവസം അത് നോക്കി കൃത്യമായിട്ട് പറയാം. 2000 അപ്പോൾ ഏതാണ്ട് കൽപ്പതരു ദിനത്തിലാണ് തുടങ്ങിയത്, ജാനുവരി 1, 2023 ജാനുവരി 1 എന്നാണ്. 24, 25, അപ്പോൾ 2 വർഷം കഴിഞ്ഞ് 26 ഇപ്പോൾ അപ്പോൾ 2023 ജാനുവരി 1. അപ്പോൾ അതൊരു സുദീർഘമായ വായനയുടെ ഒരു സാധന ആയിരുന്നു. ആ വായനയ്ക്കൊപ്പം നമുക്കിത് ഇത്രയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി 50-ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിനിടയിൽ ഈ അവസാന ഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭഗവാന്റെ മറ്റൊരു ഗ്രന്ഥം, ശ്രീരാമകൃഷ്ണനും ശിഷ്യന്മാരും, ഇത് ക്രിസ്റ്റഫർ ഇഷർവുഡ്, ശ്രീരാമകൃഷ്ണൻ ഡിവോട്ടീസ് എന്നുള്ള ആ ഇത് ഗ്രന്ഥം എഴുതുമ്പോൾ ക്രിസ്റ്റഫർ ഇഷർവുഡ് എഴുതിയതാണ്. അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഈയിടെയാണ് അത് വിവർത്തനം ചെയ്ത് പുറത്തിറങ്ങിയത്. അത് വലിയൊരു ശ്രീരാമകൃഷ്ണ ഭക്തൻ കൂടിയായ ശ്രീ മനോജ് വർമ്മ, അദ്ദേഹമാണിത് നമുക്ക് വേണ്ടി, നമ്മളെല്ലാ ഭക്തന്മാർക്കും വേണ്ടി സ്വമേധയാ അദ്ദേഹം വിവർത്തനം ചെയ്തതാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് വിശദമായിട്ട്, ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രം വിശദമായിട്ട് പിന്നീട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മളൊരു ചർച്ച വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയുടെ വിവരങ്ങൾ തുടർന്ന് വരും. അതുകൊണ്ട് ഇപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നാലും നമ്മളിപ്പോൾ പറഞ്ഞ ഭാഗം, ഭഗവാന്റെ അവസാനത്തെ ആ മഹാസമാധിയുടെ ഭാഗം ഈ പുസ്തകത്തിലും ക്രിസ്റ്റഫർ ഇഷർവുഡ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ആഗസ്റ്റ് 16-ാം തീയതി വെളുപ്പിനെ, അതായത് ആഗസ്റ്റ് 15-ന് അർദ്ധരാത്രി കഴിഞ്ഞ് ആഗസ്റ്റ് 16-ന് വെളുപ്പിനെ ആണ് ശ്രീരാമകൃഷ്ണദേവൻ ദേഹത്യാഗം
ചെയ്യുന്നത്. മഹാസമാധി. അപ്പോൾ ഇവിടെ പറയുന്നു ശ്രീരാമകൃഷ്ണദേവൻ യോഗിനെ വിളിച്ചു. അപ്പോൾ യോഗിനെ വിളിച്ചു പറയുന്നുണ്ട്. പിന്നീട് സന്യസ്ത ശിഷ്യനാണ് യോഗാനന്ദ എന്ന പേരിൽ പിന്നീട് സന്യസ്ത ശിഷ്യനായ ആളാണ്. സന്യാസം സ്വീകരിച്ചവരിൽ ഒരാളാണ്. സ്വാമിജിയോടൊപ്പം നരേന്ദ്രനോടൊപ്പം സന്യാസം സ്വീകരിച്ചതിൽ ഒരാളാണ് യോഗാനന്ദ. അപ്പോൾ ആ യോഗാനന്ദ ഇപ്പോൾ യോഗിൻ എന്നാണ് വിളിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ വിളിക്കുന്നത് യോഗിൻ എന്നാണ്. അപ്പോൾ യോഗിനെ വിളിച്ചിട്ട് ബംഗാളി പഞ്ചാംഗം എടുക്കാൻ പറയും. അപ്പം അതിൽ ശ്രാവണ മാസം, ആഗസ്റ്റ്, നമുക്കത് ചിങ്ങമാസം ആയിട്ട് വരും മിക്കവാറും. നമ്മൾ ഈ ചിങ്ങമാസം എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ ബംഗാളിയിൽ അത് ശ്രാവണ മാസം. അപ്പോൾ ശ്രാവണ മാസത്തിൽ ശ്രാവണ മാസത്തിൽ ബംഗാളി ശ്രാവണ മാസത്തിൽ 25-ാം തീയതി മുതൽ നോക്കാൻ പറഞ്ഞു. ശ്രാവണ മാസത്തിൽ 25-ാം തീയതി എന്ന് പറയുമ്പം ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ആഗസ്റ്റ് 9. ഇത് യോഗിനെ വിളിച്ച് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നതാണ്. ആഗസ്റ്റ് 9 മുതൽ ആ പഞ്ചാംഗം വായിക്കാൻ പറഞ്ഞു. അപ്പോൾ യോഗിന് ആഗസ്റ്റ് 9 മുതൽ ഇങ്ങനെ 9, 10, 11, 12 എന്ന് പറഞ്ഞ് വായിച്ചു പോരുവാണ്. അങ്ങനെ വായിച്ച് വന്ന് ആ മാസം, അതായത് ശ്രാവണ മാസത്തിൻ്റെ അവസാനം വരെ വായിച്ചു. ശ്രാവണ മാസം എന്ന് പറയുമ്പോൾ 25 മുതലുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അവസാനം വരെ വായിച്ചു. അപ്പോൾ ശ്രാവണ മാസം തുടങ്ങുമ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് ആഗസ്റ്റ് 9. അപ്പോൾ 10, 11, 12, 13, 14, 15 6 ദിവസം. അതായത് 25 മുതലാകുമ്പോൾ 26, 27, 28, 29, 30. 30-ാം തീയതി ആകുമ്പോൾ ബംഗാളി കലണ്ടർ അനുസരിച്ച് ശ്രാവണ മാസം 5 ദിവസം കഴിയുമ്പോൾ കഴിയും. അതായത് ഇംഗ്ലീഷ് കലണ്ടറിൽ അത് ആഗസ്റ്റ് 15. ആഗസ്റ്റ് 15 ആയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു അതുവരെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. നോക്കൂ, ശ്രീരാമകൃഷ്ണദേവൻ 6 ദിവസം മുമ്പാണ് യോഗിനോട് വായിക്കാൻ പറയുന്നത്. ആ 6 ദിവസം മുമ്പ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഓരോ ഡേറ്റായിട്ട് വായിച്ചു വന്നപ്പോൾ പറഞ്ഞു ആഗസ്റ്റ് 15 ആയപ്പോൾ പറഞ്ഞു 15 വരെ വായിച്ചാൽ മതി, 16 വായിക്കണ്ട. 15 അർദ്ധരാത്രി വരെയും ശ്രീരാമകൃഷ്ണദേവൻ ഉണ്ടായിരുന്നു. 16 പുലർന്നപ്പോൾ ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞത് 15 വരെ വായിച്ചാൽ മതി എന്ന് ശ്രീരാമകൃഷ്ണദേവൻ യോഗിനോട് പറഞ്ഞു. 6 ദിവസം മുമ്പേ പറഞ്ഞു 15-ാം തീയതി രാത്രി 12 വരെ ഉള്ളൂ എന്ന്. തുടർന്ന് ഇനി വായിച്ചത് കേൾക്കണ്ടെന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും സംഭാഷണം പറ്റില്ലായിരുന്നു. അപ്പം ഇനി തുടർന്ന് വായിക്കേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ ഇതാണ് ആ ക്രിസ്റ്റഫർ ഈഷർവുഡിൻ്റെ പുസ്തകത്തിൽ ആ വിവരം ഈ അവസാന ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ക്രിസ്റ്റഫർ ഈഷർവുഡും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ആഗസ്റ്റ് 15-ാം തീയതി അതൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ആ ദിവസം, അതാണ് അവസാനത്തെ ദിവസം. ഞായറാഴ്ച ദിവസത്തിലുടനീളം ശ്രീരാമകൃഷ്ണദേവൻ്റെ നില കൂടുതൽ വഷളായി വന്നു. നാഡിമിടിപ്പ് ക്രമം തെറ്റുകയും സന്ധ്യയോടെ ശ്വാസമെടുക്കാൻ പ്രയാസമാവുകയും ചെയ്തു. എന്നിരുന്നാലും ശാരദാദേവിയോട് സ്നേഹമസൃണവും സമാധാനദായകവുമായി യാത്ര പറയാൻ അദ്ദേഹത്തിന് ശക്തി ബാക്കിയുണ്ടായി. ലക്ഷ്മിക്കൊപ്പം വന്നിരുന്ന മാതൃദേവിയെ, ബന്ധു ആയിട്ട് കൂടെ താമസിച്ചിരുന്ന ലക്ഷ്മി, ആ ലക്ഷ്മിക്കൊപ്പമാണ് ശാരദാദേവി വന്നിരുന്നത്. അദ്ദേഹം കിടക്കക്കരികിലേക്ക് വിളിച്ചു. ശാരദാദേവിയെ കിടക്കക്കരികിലേക്ക് വിളിച്ചു. എന്നിട്ട് കേൾക്കൂ, അദ്ദേഹം പറഞ്ഞു, കേൾക്കൂ, ജലമാർഗം ഞാൻ ഏതോ ദൂരദേശത്തേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. അതായത് ഞാൻ ഏതോ ഒരു ദൂരദേശത്തേക്ക് കപ്പലിൽ കയറി. അന്ന് കപ്പലാണ്, വിമാനമൊന്നുമല്ലല്ലോ, കപ്പലിലാണ്. ഈ കപ്പലിൽ കയറി ഞാൻ ഏതോ വിദേശ രാജ്യത്തേക്ക് പോകുന്നു എന്ന് തോന്നുന്നു എന്ന് ശാരദാദേവിയോട് കിടക്കയുടെ അടുത്ത് പിടിച്ചിരുത്തി പറയുക. അതുകൊണ്ട് എന്ത് പറഞ്ഞു? അതുകൊണ്ട് ദേവി ആശങ്കപ്പെടരുത്, ഞാനൊരു യാത്ര പോവുകയാണ്, അതുകൊണ്ട് ആശങ്കപ്പെടരുത്.
ഇത്ര നാളും എങ്ങനെയാണോ ഇവിടെ ഞാൻ നിങ്ങളോടൊക്കെ ഒപ്പം ജീവിച്ചിരുന്നത് അതുപോലെ തുടരും. നോക്കൂ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. ഇത്രയും നാളും ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തുടരും. നരേന്ദ്രനും മറ്റുള്ളവരുമെല്ലാം നിങ്ങളെ നല്ല പോലെ നോക്കിക്കോളും, സംരക്ഷിച്ചോളും. അവർ എന്നോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ നിങ്ങളോടും പെരുമാറിക്കോളും. പാവം ലക്ഷ്മിയെയും നോക്കിക്കോളണം, ലക്ഷ്മി കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സന്ധ്യ തിരിഞ്ഞ് അല്പം ഭക്ഷണം ദ്രാവക രൂപത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് ഇറക്കാൻ സാധിച്ചില്ല. കൂടെയുള്ളവർ വീശിക്കൊടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം സമാധിയിലാഴുന്നു. ശരീരം വഴക്കമില്ലാതായി. ഇതാവാം അന്ത്യമെന്ന് ശിഷ്യർ ഭയന്നു, അവിടെ കൂടി നിന്നവർ ഭയന്നു. എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞ് അദ്ദേഹം ബാഹ്യബോധം പ്രാപിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു ബോധമൊക്കെ ഒത്തിരി ശക്തി പ്രാപിച്ചു. വിശപ്പുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു കോപ്പ നിറയെ കഞ്ഞി, ഒരു പാത്രം നിറച്ച് കഞ്ഞി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിച്ചു. അല്പം ഉന്മേഷം ഉണ്ടെന്ന് കാണുന്നവർക്കൊക്കെ തോന്നി. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, ഇനി ഒന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 3 തവണ തെളിഞ്ഞ വ്യക്തമായ ശബ്ദത്തിൽ കാളീനാമം ഉച്ചരിച്ചു. ശാരീരികമായി അദ്ദേഹത്തിനത് സാധിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. തുടർന്ന് ഉറങ്ങാൻ എന്ന പോലെ അദ്ദേഹം കിടന്നു. കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് സുഖമുള്ളതുപോലെ തോന്നിയതിനാൽ നരേന്ദ്രൻ വിശ്രമിക്കാനായി താഴേക്ക് പോയി. ഇത് ആഗസ്റ്റ് 15 രാത്രി കഞ്ഞി കുടിച്ചിട്ട് ശേഷം ഉണ്ടായതാണ്. പക്ഷേ അന്ന് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞതോടുകൂടി ഈ ലോകത്തെ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു, മഹാസമാധിയിലേക്ക് മാറി. ഭഗവാൻ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ഇത്രയും കാലം എങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ ഈ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് ഒരു വാക്ക് തന്നിട്ടാണ് മഹാസമാധി പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ 1886 ആഗസ്റ്റ് 16 രാത്രിയിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്ന് നമ്മളിത് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ 2026 ജനുവരി 26, ഇന്ന് റിപ്പബ്ലിക് ഡേ, ജനുവരി 26. നോക്കൂ, 2026 ജനുവരി 26 1886 ആ രാത്രിയിലെ ആ സംഭവം ഇന്നും സജീവമായി നമ്മൾ ഓർക്കുകയും അത് നമ്മെ കൂടുതൽ ആ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു വലയത്തിനകത്ത് നമ്മളെ ഇരുത്തുകയും ചെയ്യുന്നു. അതാണ് ഭഗവാൻ പറഞ്ഞ അന്ന് ആ 86 അദ്ദേഹം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആ വാക്ക് നമുക്ക് തന്നതുകൊണ്ടാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുദീർഘമായി പാരായണം ചെയ്ത ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ആദ്യഘട്ട അതായത് ആ വായനയുടെ ഭഗവാനോടൊപ്പമുള്ള സന്ദർഭം ഇന്ന് പൂർത്തീകരിച്ചു. ഇന്നലെ നമ്മൾ പൂർത്തീകരിച്ചു. ഇനി അടുത്തത് അതിൻ്റെ 50-ാം ഭാഗം ശ്രീരാമകൃഷ്ണൻ്റെ തിരോധാനത്തിന് ശേഷം എന്നുള്ളതാണ് അടുത്ത ഇത് വരുന്നത്. അത് നമ്മൾ അടുത്ത ദിവസം മുതൽ അതും വായിക്കും. അങ്ങനെ ഈ ബാക്കി വരുന്ന കുറച്ച് ഭാഗം കൂടെ അങ്ങനെ പൂർത്തീകരിക്കും. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ വരാൻ പോകുന്ന ഇനി വരുന്ന ഫെബ്രുവരിയിൽ വരുന്ന അടുത്ത മാസം ഫെബ്രുവരിയിലാണ് ഇനി ഭഗവാന്റെ ജന്മദിനം വരുന്നത്. അപ്പോൾ ആ ജന്മദിനം വരുമ്പോഴേക്കും ആ ജന്മദിനാഘോഷം നടക്കുമ്പോൾ ആഘോഷത്തിന് മുമ്പായി നമുക്ക് ഈ ഭാഗം കൂടെ വായിച്ച് പൂർത്തിയാക്കാം. അപ്പോൾ അതുകൂടെ ഈ ഫെബ്രുവരിയിലെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നമുക്കിത് വായിച്ച് സമർപ്പിക്കാം, പൂർണ്ണമായും വായിച്ച് സമർപ്പിക്കാം.
നാളെ മുതൽ നമ്മൾ ഇതിൻ്റെ ആ ബാക്കിയുള്ള ഭാഗം കുറേശ്ശെ കുറേശ്ശെയായിട്ട് നോക്കി തീർക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.